നമ്മുടെ ഇന്നത്തെ വേട്ടക്കഥ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളോട് ആരെങ്കിലും പുലിയാണോ കടുവയാണോ ഏറ്റവും വലിയ അപകടകാരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കാം നിങ്ങളുടെ ഉത്തരം? എൻ്റെ ഉത്തരം കടുവയെന്നായിരിക്കാം. അത് പറയാൻ എനിക്ക് കുറച്ച് കാരണങ്ങളുമുണ്ട്. പുലിയിൽ നിന്നും കടുവയെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ സ്വഭാവ സവിശേഷതകളാണ്. പ്രത്യേകിച്ച് നരഭോജിയായ കടുവയാണെങ്കിൽ അവന് വിശന്നാൽ നാടെന്നോ കാടെന്നോ രാവെന്നോ പകലെന്നോ യാതൊരു വ്യത്യാസവും ഉണ്ടാകില്ല. അവൻ നരവേട്ട നടത്തുക തന്നെ ചെയ്യും. പക്ഷേ പുലിക്ക് അവനിനി എത്ര വലിയ നരഭൂജിയായാലും അവൻ എത്ര മനുഷ്യരെ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിലും അവന് രാവിന്റെ മറവില്ലാതെ മനുഷ്യനെ വേട്ടയാടുവാൻ ഭയമായിരുന്നു. കാരണം അവനൊരു ഭീരുവാണ്. ഇന്ന് പറയാൻ പോകുന്നത് രുദ്രപ്രയാഗിലെ നരഭൂജിയെ പറ്റിയാണ്. ഈ നരഭൂജി പുലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവന് പുലിയുടെ രൂപമാണെങ്കിൽ കടുവയുടെ സ്വഭാവമാണുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വിശന്നാൽ രാവെന്നോ പകലെന്നോ നാടെന്നോ കാടെന്നോ യാതൊരു വ്യത്യാസവും ഉണ്ടാകില്ല. അവൻ നരവേട്ട നടത്തുക തന്നെ ചെയ്യും. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ജിം കോർബറ്റ് എഴുതിയ മാൻ ഈറ്റ് ഓഫ് കുമിയൂൺ എന്ന പുസ്തകത്തിലെ രുദ്രപ്രയാഗിലെ നരഭൂജിയെ കൊന്ന കഥയാണ്. കഥ തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ പഴയ സ്നൈപ്പർ സ്കൂൾ എന്ന് പറഞ്ഞ ചാനൽ പൂർണ്ണമായും തന്നെ നഷ്ടമായി. ഇതൊരു പുതിയ ചാനലാണ്. അതിലെ പല കഥകളും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുവാൻ ഞാൻ ശ്രമിക്കാം. എങ്കിലും അത് എത്രമാത്രം നടക്കുമെന്ന് എനിക്കറിയില്ല. പഴയ ചാനലിന് നിങ്ങൾ തന്ന സപ്പോർട്ട് ഈ പുതിയ ചാനലിലും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഈ പുതിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ഞായറാഴ്ചകളിലും 8 മണിക്കായിരിക്കും നമ്മുടെ പുതിയ കഥകൾ വരുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മുടെ കൈവശമുള്ള പഴയ കഥകൾ അപ്ലോഡ് ചെയ്യുവാനായിരിക്കും ശ്രമിക്കുന്നത്. അപ്പോൾ ഇനിയും കൂടുതൽ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. നൈനിറ്റാളിൽ നിന്നും ഏകദേശം 75 മൈൽ അകലെയാണ് പുണ്യഭൂമിയായ രുദ്രപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ അളകനന്ദ നദിയും മന്ദാകിനി നദിയും അവിടെയാണ് സംഗമിക്കുന്നത്. അതിനുപരി രുദ്രപ്രയാഗിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഹിമാലയത്തിലേക്ക് പോകുന്ന തീർത്ഥാടകരുടെ ഇടത്താവളം കൂടിയാണ് രുദ്രപ്രയാഗ്. ഇത് എടുത്തു പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. അത് നിങ്ങൾക്ക് ഈ കഥയിൽ വഴിയേ മനസ്സിലാകും. ഒരിക്കൽ രുദ്രപ്രയാഗിൻ്റെ മണ്ണിലേക്ക് ഒരു അതിഥി കടന്നു വന്നു. വിളിക്കാതെ വന്ന ആ അതിഥിയുടെ മുന്നിൽപ്പെട്ടവരെല്ലാം മരണത്തിൻ്റെ ആഴങ്ങളിലേക്ക് തള്ളി വീഴപ്പെട്ടു. സ്വർണ്ണ ഉടലിൽ കറുത്ത പുള്ളികളുള്ള അവൻ അവിടെ മരണത്തിൻ്റെ മറ്റൊരു പര്യായമായി മാറുകയായിരുന്നു. കൈലാസനാഥനെ കൺകുളിർക്കെ കണ്ട് ആത്മനിർവൃതി അണയുവാനുള്ള ആത്മീയ അന്വേഷകരിൽ പലരും അവൻ്റെ ഇരയായി തീർന്നു. 8 വർഷം, അതായത് 1918 മുതൽ 1926 വരെയാണ് ചരിത്രത്തിൽ രുദ്രപ്രയാഗിലെ നരഭൂജി എന്ന് എഴുതി ചേർത്ത അവൻ്റെ വിഹാരകാലം. തീർത്ഥാടകർക്ക് മാത്രമല്ല അവൻ ഭീഷണി തീർത്തത്, പകരം സമീപത്തുള്ള ഗ്രാമപ്രദേശത്തെ മനുഷ്യർ പോലും ഭീതിയിലായിരുന്നു. അന്നുണ്ടായിരുന്ന പത്രങ്ങളിലെല്ലാം അവനെ പറ്റിയുള്ള വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം ബ്രിട്ടീഷ് പാർലമെന്റിൽ പോലും ഇതിനെപ്പറ്റി ചോദ്യമുയർന്നു. അക്കാലയളവിൽ മാത്രം 125 പേരെയാണ് അവൻ ഭക്ഷിച്ചത്. ഗ്രാമവാസികളും സൈനിക ഉദ്യോഗസ്ഥരും അവനുമേൽ പലകുറി വെടിപൊട്ടിച്ചെങ്കിലും ഒന്നുപോലും ലക്ഷ്യത്തിലെത്തിയില്ല. അങ്ങനെ അവൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ അവിടുത്തെ നാട്ടുകാർ അവനെ പിടികൂടാൻ തന്നെ തീരുമാനിച്ചു. ആ തീരുമാനത്തിൽ ഒടുവിൽ അവനെ പിടിക്കുവാൻ വേണ്ടി കാട്ടിൽ അവർ കെണികളൊരുക്കി കാത്തിരുന്നു. ആ കെണിയിൽ വീണത് പക്ഷേ മറ്റു മൃഗങ്ങളാണെന്ന് മാത്രം. അറ്റപ്രയോഗം എന്ന നിലയിൽ ഒരാടിനെ കൊന്ന് അതിൻ്റെ വയറിൽ കുറച്ച് നാടൻ ബോംബുകൾ വെച്ച ശേഷം അവർ അതിനെ കാട്ടിൽ ഉപേക്ഷിച്ചു. ഈ ആടിൻ്റെ മാംസം തിന്നുവാൻ വേണ്ടി പുലി വരുമെന്നും അങ്ങനെ വന്നാൽ ഉടൻ ഇത് പൊട്ടിത്തെറിക്കുമെന്നും അവൻ്റെ കഥ അവിടെ കഴിയുമെന്നും അവർ കണക്കുകൂട്ടി. അവരുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അതിൻ്റെ ഇരയായത് ഒരു കാട്ടുപന്നിയാണ്. അതും ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം. അതോടുകൂടി ആ പദ്ധതികളെല്ലാം അവിടുത്തെ നാട്ടുകാർ ഉപേക്ഷിച്ചു. അങ്ങനെ ഇരിക്കെ നരഭോജിയായ നരവേട്ട നടത്തുന്ന പുലിയെ പിടിക്കുവാൻ വേണ്ടി സർക്കാരിൻ്റെ ഉത്തരവ് കൊണ്ട് നമ്മുടെ സാക്ഷാൽ ജിം കോർബറ്റ് അവിടേക്ക് എത്തുകയുണ്ടായി.
ജിം കോർബറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടി നമ്മുടെ ചാനലിൽ മുമ്പേ ചെയ്ത വീഡിയോ പോയി ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും മീഡിയ ഐക്കണിലും കൊടുത്തേക്കാം. നമ്മൾ ഇതിനു മുമ്പേ ചെയ്ത വേട്ടക്കഥകളുടെ ലിങ്കുകളും താഴെ കൊടുത്തിരിക്കുന്നു. രുദ്രപ്രയാഗിൽ ജിം കോർബറ്റ് എത്തുമ്പോൾ അവിടുത്തെ സ്ഥിതികൾ വളരെ മോശമായിരുന്നു. ഒരു ദിവസം മുമ്പേ ഒരു തീർത്ഥാടക സംഘത്തെ ആക്രമിച്ച് അതിലൊരു സന്യാസിയെ അവൻ ഭക്ഷിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു വാർത്തയും കോർബറ്റിനെ തേടിയെത്തി. ഗ്രാമത്തിലെ ഒരു സ്ത്രീയെ പുലി പിടിച്ചു. രാത്രിയിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം പാത്രം കഴുകുവാൻ വേണ്ടി സ്ത്രീ പുറത്തേക്കിറങ്ങിയതായിരുന്നു. അപ്പോഴാണ് പതുങ്ങിയിരുന്ന അവൻ്റെ ആക്രമണം ഉണ്ടായത്. നിലവിളി കേട്ട് ഓടിയെത്തിയ ഭർത്താവിന് ഒന്നും തന്നെ ചെയ്യുവാനുണ്ടായിരുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും ഗ്രാമത്തിൽ അവൻ്റെ നരവേട്ട വർദ്ധിച്ചു വന്നു. എന്തുകൊണ്ടാണ് മറ്റു പ്രദേശങ്ങളിൽ ഇല്ലാത്തത്രയും ഹിമാലയൻ പ്രദേശങ്ങളിൽ മാത്രം ഇത്രയും നരഭോജികൾ കാണുന്നത്? അതിനെ ജിം കോർബറ്റ് കണ്ടുപിടിച്ച ഒരു കാരണം വസ്തുതയുമായി ഒത്തുപോകുന്നതായിരുന്നു. അക്കാലത്ത് ഹിമാലയം സാനുക്കളിലുള്ള ജനങ്ങൾ ദഹിപ്പിക്കുന്ന ശവശരീരം പൂർണ്ണമായി ദഹിപ്പിക്കാതെ, അതായത് പകുതി മാത്രം ദഹിപ്പിച്ചതിന് ശേഷം നിബിഡ വനങ്ങളിലെ മലയടിവാരത്തിലേക്ക് വലിച്ചെറിയുന്നത് പതിവായിരുന്നു. അത് ഭക്ഷിച്ച മനുഷ്യന്റെ മാംസത്തിന്റെ രുചിയറിഞ്ഞ പുലികളായിരിക്കാം നാട്ടിലേക്കിറങ്ങി നരവേട്ട നടത്തുന്നത്. അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ മനുഷ്യമാംസം ഭക്ഷിച്ച് മനുഷ്യനെ ലക്ഷ്യമാക്കി മലയിറങ്ങി വന്ന പല നരഭോജികളുടെയും കഥ ജിം കോർബറ്റിന് അറിയാം. അങ്ങനെയാണ് അദ്ദേഹം ആ നിഗമനത്തിലെത്തിയത്. പിന്നെയുള്ള ഒരു കാര്യം കടുവയും പുലിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഞാൻ ഈ കഥയുടെ തുടക്കത്തിൽ നിങ്ങളോട് അത് പറഞ്ഞിരുന്നുവല്ലോ. പക്ഷേ രുദ്രപ്രയാഗിലുള്ള ഈ പുലി അവന് നരവേട്ട നടത്തുവാൻ രാവെന്നോ പകലെന്നോ യാതൊരു വ്യത്യാസവും ഇല്ലായിരുന്നു. ആ ഗ്രാമത്തിലെ ജനങ്ങൾ നാളത്തെ ഇര തങ്ങളായിരിക്കാം എന്ന രീതിയിൽ രാത്രികാലങ്ങളിൽ ആഴികൂട്ടിയും രാവിലെ പുറത്തിറങ്ങാതെയും അവർ ആ ഗ്രാമത്തിലെ വീടുകളിൽ കഴിച്ചുകൂട്ടി. എന്തെങ്കിലും ഒരു അത്യാവശ്യമുണ്ടായാൽ അവർ കൂട്ടമായി മാത്രം പുറത്തിറങ്ങി. അത്രയും നിസ്സഹായ അവസ്ഥയിലായിരുന്നു ആ ഗ്രാമീണർ. അളകനന്ദ നദിയുടെ കുറുകെ ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച ഒരു തൂക്കുപാലമുണ്ട്. 2 ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തൂക്കുപാലം. ഈ തൂക്കുപാലത്തിലൂടെയാണ് 2 ഗ്രാമങ്ങളിലെ ആളുകൾ അപ്പുറവും ഇപ്പുറവും യാത്ര ചെയ്യുക. ഇങ്ങനെയുള്ള ഈ തൂക്കുപാലത്തിന്റെ സമീപ പ്രദേശത്ത് വെച്ചാണ് കൂടുതലും പുലിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജിം കോർബറ്റ് അവനെ തേടി മാസങ്ങളോളം പാലത്തിന്റെ ഇരുകരകളിലുമുള്ള മലമടക്കുകളിലും വിള്ളലുകളിലും നദിയുടെ ഇരുകരകളിലും അവനെ തേടി അലഞ്ഞു. പക്ഷേ ഒരു ബലവും ഉണ്ടായില്ല. ഇതിനിടയിലും അവൻ അവന്റെ നരവേട്ട നിർഭയം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള നിഷ്ഫലമായ 2 മാസത്തെ അലച്ചിലിനൊടുവിൽ 1925 വേനൽക്കാലത്ത് കോർബറ്റ് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി. തിരിച്ചു വന്നത് ഏതാണ്ട് 3 മാസത്തിന് ശേഷമാണ്. അപ്പോൾ കോർബറ്റ് അറിഞ്ഞത് കഴിഞ്ഞ 2 ആഴ്ചയായി രുദ്രപ്രയാഗിൽ ആ നരഭോജി പുലിയെ കാണാനില്ല. എന്നാൽ 2 ദിവസം മുമ്പ് അയൽഗ്രാമത്തിൽ ഒരു സ്ത്രീയെ പുലി ആക്രമിച്ചു കൊന്നു. അപ്പോൾ കോർബറ്റിന് മനസ്സിലായി ആ പുലി രുദ്രപ്രയാഗ് വിട്ടിരിക്കുന്നു. നരഭോജി തന്റെ തട്ടകം മാറ്റിയിരിക്കുന്നു. കോർബറ്റ് ആ ഗ്രാമത്തിലേക്ക് തിരിച്ചു. അവിടെ എത്തിയ കോർബറ്റ് സ്ഥിതിഗതികൾ തിരക്കി മനസ്സിലാക്കി. ഇതിൽ നിന്നും കോർബറ്റിന് ഒരു കാര്യം മനസ്സിലായി. രുദ്രപ്രയാഗിനെയും ആ ഗ്രാമത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡിലൂടെ സ്ഥിരമായി നടക്കാറുണ്ടെന്ന് ഗ്രാമവാസികൾ പറഞ്ഞു. അങ്ങനെ ആ ഗ്രാമവാസികൾ പറഞ്ഞതനുസരിച്ച് പുലിയിറങ്ങി നടക്കുന്ന ആ സ്ഥലത്തേക്ക് കോർബറ്റ് തിരിച്ചു. അവിടെ എത്തിയ കോർബറ്റ് ചുറ്റുപാടും ഒന്ന് നിരീക്ഷണം നടത്തി. അതിൽ നിന്നും കോർബറ്റിന് ഒരു കാര്യം മനസ്സിലായി. അതുവഴിയാണ് തീർത്ഥാടകർ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ റോഡിന്റെ ഒരറ്റത്തായി ഒരു വഴിയമ്പലമുണ്ട്. അവിടെയാണ് തീർത്ഥാടകർ രാത്രിയിൽ വിശ്രമം കൊള്ളുന്നത്. ആ വഴിയമ്പലത്തിനും അടുത്തായി ഒരു വൻമരം കോർബറ്റിന്റെ കണ്ണിലുടക്കി. അവിടെ ഒരു ഏറുമാടം സ്ഥാപിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ താൻ നേരിടാൻ പോകുന്നത് ഒരു കടുവയെയല്ല, മറിച്ച് മരം കയറാൻ അറിയാവുന്ന ഒരു പുലിയെയാണ്. ഏറുമാടം സ്ഥാപിച്ചതിന് ശേഷം അദ്ദേഹം ആ മരത്തിന് ചുറ്റും ബലവത്തായ മുള്ളുവേലി സ്ഥാപിച്ചു. അതിന്റെ താഴ്ത്തടിയിലായി ചേർത്ത് വെച്ച് കെട്ടി. അതുപോലെ തന്നെ ആ വഴിയമ്പലത്തിനോട് ചേർന്ന് ഒരു ആട് ഫാമും ഉണ്ടായിരുന്നു. കമ്പിക്കൂടിനുള്ളിൽ അത് സുരക്ഷിതമായി നിൽക്കുന്നു. മരത്തിൽ നിന്നും കാണാവുന്ന ദൂരത്തായി ഒരു ആടിനെയും ജിം കോർബറ്റ് വാങ്ങിക്കെട്ടി. ആ പുലിക്ക് വേണ്ടി ജിം കോർബറ്റ് കാത്തിരുന്നു. നീണ്ട 10 ദിവസമാണ് അവിടെ ജിം കോർബറ്റ് കാത്തിരുന്നത്. പക്ഷേ പുലി മാത്രം വന്നില്ല. എന്നാൽ 11ാം ദിവസം അവൻ എത്തി.
അവൻ എത്തിയ ആ ദിവസം എങ്ങും അന്ധകാരം പടർന്നു കഴിഞ്ഞിരുന്നു. എങ്ങും കട്ട പിടിച്ച ഇരുട്ട് ചുറ്റുമുള്ള ഒന്നും കാണുവാൻ കഴിയുന്നില്ല. അത്രയും ഇരുട്ട്. ഇപ്പോൾ പ്രകാശത്തിന്റെ ചെറുനാളം ഉള്ളത് വഴിയമ്പലത്തിൽ മാത്രമാണ്. ഏറുമാടത്തിൽ ഇരുന്നു കൊണ്ട് ജിം കോർബറ്റ് അത് കണ്ടു. തീർത്ഥാടകരിൽ ഒരാൾ ഒരു റാന്തലും എടുത്തുകൊണ്ട് റോഡ് മുറിച്ചു കടന്നു പോകുന്നു. പ്രാഥമിക കർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം അയാൾ തിരിച്ച് സത്രത്തിനുള്ളിലേക്ക് കയറിപ്പോകുന്നു. പെട്ടെന്ന് ജിം കോർബറ്റ് അത് കേട്ടു. ആട് ഫാമിനോട് ചേർത്ത് കെട്ടിയിരിക്കുന്ന നായ പേടിച്ചു വരണ്ട് വല്ലാതെ കുരയ്ക്കുന്നു. പിന്നെ കെട്ടിയിട്ട ആട് അസ്വസ്ഥതകൾ കാണിക്കുവാൻ തുടങ്ങി. കോർബറ്റിന് കാര്യം മനസ്സിലായി. ഇവിടെ എവിടെയോ അവന്റെ സാന്നിധ്യമുണ്ട്. അതാണ് നായ ഇത്രയും കുരയ്ക്കുന്നതും ആട് അസ്വസ്ഥതകൾ കാണിക്കുന്നതും. പുറത്തിറങ്ങി നടന്ന ആ തീർത്ഥാടകനെ അവൻ കണ്ടു കാണണം. പക്ഷേ എവിടേക്കായിരിക്കാം ആ പുലി പോകുന്നത്? ജിം കോർബറ്റിന് സംശയമായി. തീർത്ഥാടകരുടെ അരികിലേക്കാണെങ്കിൽ കാര്യം കുറച്ച് മോശമാകും. പുലിയെ കണ്ട് ഭയന്ന് അവർ ചിന്നിച്ചിതറി ഓടും. അതിനിടയിൽ പുലിയെ വെടിവെക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ അവന്റെ വരവ് കെട്ടിയിട്ട ഈ ആടിന് നേർക്കാണെങ്കിൽ കാര്യം കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ കൂരിട്ടാണ്. ഇരുട്ടിലൊന്നും കാണുവാനും വയ്യ. കണ്ണും കാതും കൂർപ്പിച്ചുകൊണ്ട് ഏകാഗ്രതയോടെ കോർബറ്റ് മരത്തിന് മുകളിൽ കാത്തിരുന്നു. ആ കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾ ദിവസങ്ങൾ പോലെയാണ് കടന്നു പോകുന്നത്. അതിനിടയിൽ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. ജിം ഇരിക്കുന്ന മരത്തിന് താഴെ പുലി മാന്തുന്ന ശബ്ദം. തീർത്ഥാടകരോ ആടോ ആയിരുന്നില്ല അവന്റെ ലക്ഷ്യം. മറിച്ച് ഇത്രയും കാലം ഒരു നിഴൽ പോലെ പിന്തുടർന്ന ആ വേട്ടക്കാരന് വേണ്ടിയാണ് അവൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ആ വേട്ടക്കാരനായിരുന്നു അവന്റെ ലക്ഷ്യം. അവൻ ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ജിം കോർബറ്റ് ആ മരത്തിൽ വരിഞ്ഞു കെട്ടിയിരിക്കുന്ന മുള്ളുകളാണ്. അവൻ പലകുറി ആ മരത്തിൽ കയറുവാൻ ശ്രമം നടത്തി. പക്ഷേ എല്ലാം വൻ പരാജയമായിരുന്നു. അവന്റെ ആ ശ്രമങ്ങളെല്ലാം വിഫലമാക്കിക്കൊണ്ട് ആ കൂർത്ത മുള്ളുകൾ അവന്റെ ശരീരത്തിൽ തുളച്ചു കയറി. അങ്ങനെ അവൻ ആ ശ്രമം ഉപേക്ഷിച്ചു. അങ്ങനെ അവൻ ആ വേട്ടക്കാരനെ പിടിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്നും പിന്മാറി. പിന്നെ അവന്റെ ലക്ഷ്യം അടുത്തു കെട്ടിയിരിക്കുന്ന ആടായിരുന്നു. അതിനു നേരെ അവൻ കുതിച്ചു പാഞ്ഞു. ആദ്യമായിട്ടായിരുന്നു ജിമ്മിന് അരികിൽ ഇത്രയും അടുത്ത് ഒരു നരഭോജി വരുന്നത്. പക്ഷേ മുഴുവൻ ഇരുട്ടായതുകൊണ്ട് തന്നെ ശബ്ദം കേട്ട ദിക്ക് ലക്ഷ്യമാക്കി ഇരുട്ടിലിരുന്ന ജിം കോർബറ്റ് വെടിപൊട്ടിച്ചു. ഘോരമായി ഒരു ഗർജനം കേട്ടു. അവിടെ കെട്ടിയിരുന്ന ആടിനെ അടിച്ചിട്ട് കുറ്റിക്കാടുകൾക്കിടയിലൂടെ കുന്നിൻ ചെരിവ് ലക്ഷ്യമാക്കി അവൻ കുതിച്ചു പാഞ്ഞു. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ജിം കോർബറ്റിന് മനസ്സിലായില്ല. വെടി കൊണ്ടോ അതോ വെടിയൊച്ച കേട്ടാണോ അവൻ ഓടിയത്? ഒന്നും അറിയില്ല. പുലർച്ചെ 3 ആയതോടെ പ്രകാശം ഭൂമിയിലേക്ക് അരിച്ചിറങ്ങാൻ തുടങ്ങി. താൻ കെട്ടിയിട്ട ആട് സുരക്ഷിതമായി അവിടെ നിൽക്കുന്നു. നേരം പുലർന്നു വന്നപ്പോൾ കോർബറ്റ് മരത്തിൽ നിന്നും താഴേക്കിറങ്ങി. പുലി ഓടിയ വഴി ലക്ഷ്യമാക്കി നടന്നു. മലയടിവാരത്തിൽ പൊട്ടുപോലെ ചോരത്തുള്ളികൾ അവിടെവിടെയായി ചിതറിക്കിടക്കുന്നു. വെച്ച വെടി നരഭോജിക്ക് കൊണ്ടു എന്ന് കോർബറ്റ് ഉറപ്പിച്ചു. ഇനി മുന്നോട്ടുള്ള നടത്തം അതിസൂക്ഷ്മമായാണ് നടന്നത്. ഓരോ ചുവടും സൂക്ഷിച്ചാണ് മുന്നോട്ട് വെച്ചത്. കാരണം മുറിവേറ്റ മൃഗം ഏറ്റവും വലിയ അപകടകാരിയാണ്. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ തുറസായ പാറക്കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലത്ത് കോർബറ്റ് എത്തി. ആ പാറക്കൂട്ടങ്ങൾക്കിടയിൽ അയാൾ അത് കണ്ടു. രുദ്രപ്രയാഗിനെ ഏറെക്കാലം ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ ആ നരഭോജി, ആ പുലി ചത്തുകിടക്കുന്നു. കൂരിരുട്ടിൽ ശബ്ദം കേട്ട ദിക്കിലേക്ക് വെച്ച ആ വെടിയുടെ അലയൊലികൾ മഹാനായ മനുഷ്യസ്നേഹിയായ ജിം കോർബറ്റിനെ മാത്രമല്ല ആ നരഭോജിയെയും ചരിത്രത്തിൽ ആലേഖനം ചെയ്തു. നമ്മുടെ ഇന്നത്തെ ഈ വേട്ടക്കഥ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു കഥയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം കാണാം. അതുവരെ ഗുഡ് ബൈ.